നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് നമ്മുടെ ജീവിതത്തിന് സകല സൗഭാഗ്യങ്ങളും അള്ളിത്തരാൻ ശക്തിയുള്ള ഒരു വഴിപാട് മുറ. സാധാരണ വന്നിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട വഴിപാടുകളെല്ലാം തന്നെ ഞാന് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് പകർന്നു തരുന്നു എന്ന് അറിയാലോ. ഇന്ന് ശനിയാഴ്ച. അയ്യോ, രാത്രിയായല്ലോ, ഇന്നും ഞാൻ ഒന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്നവർക്ക് കൂടെ ഇപ്പോൾ ഈ ഞാൻ പറയുന്ന വിഷയത്തെ നിങ്ങൾ ചെയ്തോളുക. അത്രയ്ക്കും നന്മ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വഴിപാട്. ചില പേർക്ക് ഇരിക്കുന്ന ബുദ്ധിമുട്ട് കാരണം യാതൊരു പൊരുളും വാങ്ങാൻ പറ്റാതിരിക്കും. അതല്ലാച്ചാല് പൂജ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വീട്ടില് അവർക്ക് ഇരിക്കില്ല. അങ്ങനെയുള്ളവര് ഈ വിഷയത്തെ ധാരാളമായിട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് നിങ്ങൾ നോൺ വെജ് കഴിച്ചാലും ശരി, പീരീഡ്സ് ടൈം ആയിരുന്നാലും ശരി, നിങ്ങൾക്ക് എന്തെങ്കിലും പുലവാലായ്മ ഇരുന്നാലും ശരി, ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. പിന്നെ വീട്ടില് ഒരാള് ചെയ്താൽ മതിയാവും. ശരിയാ? നല്ല ഒരു ഫലം നമുക്ക് കൊണ്ടത്തരും. കാരണം വഴിപാടുകളില് മികവും ശക്തിയാർന്ന വഴിപാട് ഏതെന്ന് ചോദിച്ചാല് ഈ ജല വഴിപാടാണ്. മീൻസ് ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട്, വാട്ടർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. പഞ്ചഭൂതങ്ങൾക്ക് എങ്ങനെയാണോ 5 തലങ്ങൾ ഇരിക്കുന്നു, ഒരു ദീപം വച്ചാല് അതിനെ അഗ്നിസാക്ഷിയാക്കി നമ്മള് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിനോട് ചെയ്യുന്നത് പോലെയാണ് പ്രപഞ്ചത്തിനോടും പറയുന്നത്. അതുപോലെ തന്നെയാണ് ജലത്തിനോടും. എന്നാല് അഗ്നിയെ വിട ജലത്തിന് വന്നിട്ട് ഓർമ്മശക്തി ജാസ്തി, അത് അസാധ്യമായിട്ടുള്ള ഒരു ശക്തി ജാസ്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിലിരിക്കുന്ന ഓരോരോ അണുക്കളും നമ്മള് എന്ത് പറഞ്ഞ് വേണ്ടിയിരിക്കുന്നുവോ അത് വന്ന് അബ്സോർബ് ചെയ്യും, മീൻസ് ആഗിരണം ചെയ്യും. അങ്ങനെ അത് വന്ന് നമ്മളെ വഴി നടത്തും. എന്നുവെച്ചാല് നമ്മളുടെ ആവശ്യം നടത്തിത്തരും എന്ന്. ഈ ജലം വന്നിട്ട് നിങ്ങള് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാല് അതിലിരിക്കുന്ന അണുക്കളെല്ലാം നിങ്ങൾ വന്ന് അതിനോട് ഇതൊരു നല്ല വിഷയം എന്ന് പറയുമ്പോൾ, മീൻസ് നന്ദി, വാഴ്ക മലമുടൻ, സന്തോഷം, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ പാറ്റേൺ വന്നിട്ട് നല്ല അഴകായിട്ട് ഒരു പൂ മാതിരി, ഒരു രംഗോലി പോലെ നമുക്ക് ഈ വാട്ടറിൽ കാണാൻ പറ്റും. എന്നാല് ഇതുവേ നീ നല്ല ഇരിക്കില്ല, നീ വന്നിട്ട് കഷ്ടപ്പെടും, നശിച്ചു പോകും, എന്താ പറയുക, ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ്സ് പറഞ്ഞാല് അതിന്റെ ഡിസൈൻ കാണാൻ പറ്റാത്തതിന് അളവിന് മോശമായിരിക്കും. അത്രയ്ക്കും ശക്തി വന്നിട്ട് ഈ ജലത്തില് ഇരിക്കുന്നു എന്നതാണ് സത്യം. ഇന്ന് ഞാൻ ഈ പതിവ് പറയുന്നത് എന്താച്ചാല്, നമുക്ക് ചുറ്റിലും നടക്കുന്ന പ്രശ്നങ്ങള്, നമുക്ക് സമാധാനം, സന്തോഷം എന്നിവയ്ക്കായി ജലദേവതയ്ക്ക് നന്ദി പറയണമല്ലോ. അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ജലസ്രോതസ്സായി എന്തൊക്കെ ഇരിക്കുന്നുവോ അത് വന്ന് നമുക്ക് ടാങ്ക് ഇരിക്കുമല്ലോ, ടാങ്ക് ഉള്ളവരുണ്ട്, കിണറുള്ളവരുണ്ട്, പിന്നെ കിച്ചണിൽ ഇരിക്കുന്ന നമ്മൾ കുടത്തിലൊക്കെ വെള്ളം പിടിച്ചു വെക്കുമല്ലോ. ഏതായിരുന്നാലും അതിന് നമ്മൾ മര്യാദയും നന്ദിയും ഒക്കെ കൊടുക്കണമല്ലോ. സോ ഈ ജലം നമ്മൾ ഇന്ന് എന്താ ചെയ്യുകയെന്ന് നമുക്ക് നോക്കാം. വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. നമ്മൾ പ്യുവർ വാട്ടർ, അതായത് നല്ല ശുദ്ധജലം വെച്ചിട്ടാണ് ഇന്നത്തെ ഈ വഴിപാട് ചെയ്യുന്നത്. ഈ ശുദ്ധജലം വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ എടുത്തോളുക. അത് ഗ്ലാസ് വന്നിട്ട് ഞാൻ കുപ്പി ഗ്ലാസ് ആണ്
എടുത്തത് നിങ്ങൾക്ക് ഏത് ഗ്ലാസ് വേണേലും യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലോ ഏത് വേണമെങ്കിലും, മൺപാനയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്നും പ്രോബ്ലം ഇല്ല. ഇത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യണം. ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ടൈം എന്നൊന്നും ഇല്ല. ജസ്റ്റ് നൈറ്റ് അത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് 10 മണിക്കായാലും ശരി, 11 മണിക്ക് കണ്ടു അങ്ങനെ ആയാലും ശരി, 12 മണിക്കാണ് കണ്ടതെങ്കിലും ശരി, ഒന്നും കുഴപ്പമില്ല. ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ധാരാളമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു ഡൗട്ടും വേണ്ട. ഒരു ഗ്ലാസ് വെള്ളം എടുത്തോളുക. ഈ ജലത്തിലേക്ക് നമ്മൾ മുഖ്യമായ ഒരു പൊരുള് ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ബിരിയാണി ഇലയാണ്. എൻ്റെ കയ്യിൽ ഈ ഇലയേ ഉള്ളൂ. ഇത് മാത്രമേ, ഈ 2 ചെറിയ ഇല മാത്രമേ നന്നായിട്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് ബാക്കിയെല്ലാം കീറിപ്പോയി, പുഴുവരിച്ചതും അങ്ങനെ ഒത്തിരി ഡാമേജ് വന്നതാണ്. സോ നിങ്ങൾ കയ്യിലുള്ളത് ഇതിൽ ബെസ്റ്റ് നോക്കി എടുത്തോളുക. പുഴുവരിച്ചതും സൈഡ് കീറിയതും എടുക്കാതെ, ചെറുതായാലും കുഴപ്പമില്ല, അത് നല്ല ഇല നോക്കി എടുത്തോളുക. ശരിയാ? ഇനി ഇതിൻ്റെ കൂടെ ഒരു പെന്നും കൂടെ വേണം. അത് സ്കെച്ച് പെന്നായാലും ശരി, ബോൾ പെന്നായാലും ശരി, മാർക്കർ പെന്നായാലും ശരി, നിങ്ങൾക്ക് ഏത് കിട്ടുന്നുവോ അത് എടുത്തോളുക. വേറൊന്ന് എന്ത് കളർ എന്നുള്ളത് പ്രശ്നമില്ല. ഏത് കളർ പെന്നും നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. ഈ ഇലയിൽ വന്നിട്ട് എന്താ ചെയ്യണച്ചാല്, ഇതിന്റെ മുൻഭാഗത്തും ഇതിന്റെ പിന്നിലും നിങ്ങൾക്ക് എന്തൊക്കെയാ വേണ്ടിയത്, നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്നുള്ളത് ഇതിന്റെ മുന്നിലും പിന്നിലും ഈ പെന്ന് വെച്ചിട്ട് എഴുതിക്കൊള്ളുക. വേറൊന്ന് ഞാൻ പറഞ്ഞോട്ടെ, ഈ പരിഹാരം, ഈ വഴിപാട് വന്നിട്ട് ഏത് മതസ്ഥർക്ക് വേണേലും ചെയ്യാവുന്നതാണ്. ഹിന്ദു സഹോദരർ എന്ന് മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങൾക്കും ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കും എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാല് ഇത് വന്നിട്ട് യൂണിവേഴ്സൽ ആയിട്ട് വർക്കൗട്ട് ആകുന്ന ഒരു വഴിപാട്. ഇത് വന്ന് ഒരു ദൈവത്തിനും എന്നതായിട്ടില്ല. ഇത് പൊതുവേ ഉള്ള ഒരു തിങ്. മനസ്സിലായോ? ഇപ്പോൾ നമുക്ക് ഇഷ്ടദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് നമുക്കിത് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് ഒരു പർട്ടിക്കുലർ ദൈവം എന്നൊന്നില്ല. മുസൽമാനും ഹിന്ദുവും ക്രിസ്ത്യനും അങ്ങനെ വേർതിരിവോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വിശ്വാസത്തോടു കൂടി ഇത് ചെയ്യാവുന്നതാണ്. ദാറ്റ് മീൻസ് ജലം, വാട്ടർ എന്നത് എല്ലാവർക്കും പൊതുവേ ഉള്ള ഒരു തിങ്. ഇത് വന്നിട്ട് സാറ്റർഡേ തന്നെ ചെയ്തോളാൻ നോക്കിക്കൊള്ളുക. ടൈം എന്നത് ഒരു പ്രശ്നമേ ഇല്ല. ഈ ഇലയിൽ നിങ്ങൾ മേലെയും കീഴെയും, അതായത് ഫ്രണ്ടിലും ബാക്കിലും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് എഴുതിക്കൊള്ളുക. ഇപ്പോൾ സ്വസ്ഥത, സമാധാനം, സന്തോഷം, പണം, ആരോഗ്യം, നല്ല കുടുംബജീവിതം, നല്ല സ്വഭാവം, വിജയം, മതിപ്പ് എല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ളത് എഴുതിക്കൊള്ളുക. വേറൊന്നുണ്ട്, നെഗറ്റീവ് വേർഡ്സ് എഴുതാനേ പാടില്ല. ഫ്രണ്ടിലും ബാക്കിലും ടോട്ടലി അങ്ങ് എഴുതിക്കൊള്ളുക. വിജയം എന്ന് എഴുതിയാലേ ഓക്കെ. അത് വന്നിട്ട് തൊഴിലിലും എല്ലാത്തിലും നിങ്ങൾക്ക് വിജയം ഉൾപ്പെടുത്തിയിരിക്കും. തൊഴിൽ വിജയം, ഇപ്പോൾ ഒരു ആളുമായിട്ട് വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ വഴക്കിൽ വിജയം, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രോബ്ലം ആണേൽ അത് തീരണമെന്ന് എഴുതാം. അപ്പുറം ലാഭം, ആരോഗ്യം, അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതിയതിന് ശേഷം ഈ ഇല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡിൽ വച്ചോളുക. ശരിയാ? ഞാനിപ്പോ ലെഫ്റ്റ് ഹാൻഡിൽ വച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇത് വലത് കൈ കൊണ്ട് മൂടണം. ഈ ഇടത് കൈയിൽ വച്ചിട്ട് വലത് കൈ കൊണ്ട് മൂടണം. ഞാനിപ്പോ ഇത് മൂടി കാണിക്കുന്നത് കയ്യിൽ വെച്ചിട്ടല്ല. കാരണം ഞാൻ ഒരു കയ്യിൽ ഇടത് കയ്യിൽ ഫോൺ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കയ്യിൽ വെച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കിക്കോളുക. ഇപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ ഞാൻ ഇടത് കയ്യിൽ എന്ന് സങ്കല്പിച്ച് ഇവിടെ വെച്ച് ഞാൻ അത് മൂടി പിടിച്ചിരിക്കുകയാണ്. വലത് കൈ കൊണ്ട് ഇത് മൂടി പിടിച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? എന്നതിന് ശേഷം പ്രാർത്ഥിച്ചോളുക. നിങ്ങൾക്ക് എന്ത് വേണമോ അതെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഇല എടുത്തിട്ട് നിങ്ങൾ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടോളുക. ഇത് നമ്മൾ സാധാരണ ശുദ്ധജലം തന്നെ എടുത്തോളുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പച്ചക്കർപ്പൂരമോ അല്ല ജവ്വാദോ
മുല്ലപ്പൂവോ വാസനമലരോ എന്ത് വേണേലും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ വന്നിട്ട് ഇതിനകത്ത് ഒന്നും ചേർത്തിട്ടില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ എഴുതിയ ഇല ഇറക്കി വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാല്, നമ്മുടെ വീട്ടിന്റെ ഹാളില്ലയോ, ഹോളില് വടക്ക് കിഴക്ക് മൂല, അതായത് നോർത്ത് ഈസ്റ്റ് കോർണറിൽ ഇത് വച്ചോളുക. ഒന്ന് ഓർത്തോളുക, ഇത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്ത് വയ്ക്കാൻ പാടുള്ളൂ. ശരിയാ? അപ്പൊ നമ്മൾ വച്ചതിന് ശേഷം പോയി ഉറങ്ങിക്കോളുക. ദെൻ അടുത്ത ദിവസം നാളെ രാവിലെ എണീറ്റ ഉടനെ ഈ വെള്ളം നിങ്ങൾ എടുത്തിട്ട് വീടിന്റെ എല്ലാ കോർണറിലും മൂലകളിലും ഇത് തളിക്കണം, കുറേശ്ശെ തളിക്കണം. ശരിയാ? തളിച്ചതിന് ശേഷം ഈ ഇല ഉണ്ടല്ലോ, ഇതെടുത്ത് നിങ്ങൾ കാൽപെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുകയോ ഇല്ലെങ്കിൽ പുല്ലിന്റെ ഇടയിലോട്ട്, അതോ ചെടികൾ വീട്ടിൽ വെച്ചിരിക്കുമല്ലോ അതിന്റെ ഇടയിലോട്ടോ ഇട്ട് കളയുക. കാരണം അതൊന്നും നമ്മൾ ചവിട്ടാൻ പോകുന്നില്ലല്ലോ. മനസ്സിലായല്ലോ? വേറൊന്ന്, ഇത് വീട്ടിന്റെ എല്ലാ കോർണറിലും, വീട്ടിന്റെ അകത്തുള്ള എല്ലാ കോർണറിലും തളിച്ചതിന് ശേഷം നിങ്ങൾ വണ്ടികളൊക്കെ യൂസ് ചെയ്യുമല്ലോ, വണ്ടിക്കും ഇത് കുറച്ച് തളിച്ചോളുക. സോ ഇത് മാത്രം നിങ്ങൾ ചെയ്തോളുക. ഈ ഒരു വഴിപാട് മാത്രം മതി. നിശ്ചയമായി ഇന്ന് നമ്മൾ ചെയ്യുന്നത് പല മടങ്ങ് പെരുകും. നിങ്ങൾ പണം കേട്ടാലും പെരുകും, ആരോഗ്യം കേട്ടാലും പെരുകും, ലാഭം എന്ത് വേണോ അത് നിങ്ങൾ ചോദിക്കുന്നത് പെരുകി പെരുകി വരും. നിങ്ങൾ സത്യസന്ധമായി നല്ല മനസ്സാലെ കേൾക്കുന്നത്, വിശ്വാസത്തോടു കൂടി കേൾക്കുന്നത് നിങ്ങൾക്ക് പെരുകിയിട്ടേയിരിക്കും. സോ ഈ വഴിപാട് ഇന്നത്തെ ദിവസം നിങ്ങൾ മിസ് ചെയ്യാതെ ചെയ്തോളുക. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാല് കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് ഇഷ്ടപ്പെട്ടാല് ഒരു ലൈക്ക് തരണേ. കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാത്രമല്ല നിങ്ങൾ വച്ചിരിക്കുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.